ഇത് തലയുടെ അവസാന IPL സീസണോ? വിരാടും രോഹിത്തും ഇനി എത്ര നാൾ? RCB കിരീടം നിലനിർത്തുന്നു. CSKക്ക് 6ാം IPL കിരീടം സമ്മാനിക്കാൻ സഞ്ജു സാംസൺ കഴിയുന്നു. ഡിയർ ക്രിക്കറ്റ് ഫാൻസ്, ദിസ് ഈസ് ദ മൊമെന്റ്. മെൻ ഇൻ ബ്ലൂവിന്റെ ലോകകപ്പ് നേട്ടം നമ്മൾ ആഘോഷിച്ചു കഴിഞ്ഞു. ഇനി ആഴ്ചകളോളം നീളുന്ന IPL സൂപ്പർ ക്ലാഷുകളുടെ വരവാണ്. ധോണിയും രോഹിത്തും കോഹ്ലിയും വീണ്ടും ഇന്ത്യയിലെ ക്രിക്കറ്റ് മൈതാനങ്ങളിൽ ആവേശം വിതറുന്ന ഉത്സവ കാഴ്ചകൾക്കായാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഇന്റർനാഷണൽ ക്രിക്കറ്റിലെ ഹൈ വോൾട്ടേജ് മാച്ചുകൾ അവസാനിച്ചതോടെ ഇനി ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ വെടിച്ചില് T20 പോരാട്ടങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. കായിക രംഗത്ത് ഇന്ത്യൻ പ്രീമിയർ ലീഗിനോളം ആവേശം പകരുന്ന മറ്റൊരു ക്രിക്കറ്റ് ലീഗില്ല. അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ പൊന്നും വിലയുള്ള ടോപ്പ് ക്ലാസ് പ്ലേയേഴ്സ് മത്സരിക്കാനെത്തുന്ന ടൂർണമെന്റ് കാണാൻ ലോകമെമ്പാടുമുള്ള ആരാധകർ കട്ട വെയിറ്റിംഗിലാണ്. ഈ എപ്പിസോഡിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ സ്ക്വാഡ് പവർ വിശദമായി പരിശോധിക്കാം. ദി ഫൈനൽ വിസിലേക്ക് സ്വാഗതം. മലയാളികൾക്ക് ഏറെ ആവേശം പകരുന്ന ഒരു സീസണാണ് ഇക്കുറി. ചെപ്പോക്കിലെ ഇലക്ട്രിഫൈങ് അന്തരീക്ഷത്തിൽ തല ധോണിക്കൊപ്പം കട്ട ഫാൻ ബോയ് ആയ സഞ്ജു സാംസൺ കളിക്കാനിറങ്ങുമ്പോൾ ആ രംഗങ്ങൾ മലയാളി ക്രിക്കറ്റ് ആരാധകർക്ക് രോമാഞ്ചം സമ്മാനിക്കുമെന്ന് ഉറപ്പ്. രോഹിത്തിനും കോഹ്ലിക്കും ശേഷം ഇന്ത്യൻ ക്രിക്കറ്റിലെ അടുത്ത സൂപ്പർ സ്റ്റാർ ആരാണെന്ന് ചോദിച്ചാൽ അതിന് ഒരൊറ്റ മറുപടിയേ ഉള്ളൂ: സഞ്ജു വിശ്വനാഥൻ സാംസൺ. T20 ലോകകപ്പ് നോക്കൌട്ട് ഘട്ടത്തിലെ വളരെ സ്പെഷ്യലായ ഇന്നിംഗ്സുകളിലൂടെ സഞ്ജു ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ചു കഴിഞ്ഞു. ക്രിക്കറ്റ് ലോകകപ്പിന്റെ ചരിത്രത്തിൽ നോക്കൌട്ട് സ്റ്റേജിലെ അവസാനത്തെ 3 മത്സരങ്ങളിൽ ഇത്രയും ആധികാരികമായി മുമ്പ് ആരും ബാറ്റ് ചെയ്തിട്ടില്ലെന്നതാണ് സത്യം. സാംസണെ സ്പെഷ്യലാക്കുന്നത് രാജ്യത്തിന് ലോകകപ്പ് നേടിക്കൊടുത്ത ബാറ്റിംഗിലെ ആ ഒറ്റയാൾ പ്രകടനമാണ്. പ്രതിഭ ഏറെയുണ്ടായിട്ടും തുടർച്ചയായി അവസരങ്ങൾ ലഭിക്കാതെ തഴയപ്പെട്ട സഞ്ജുവിന്റെ കരിയർ ജേണി ഇന്ന് ലോകത്തിനാകെ ഇൻസ്പിറേഷൻ ആകുന്ന ഒരു ഏടായി മാറിക്കഴിഞ്ഞു. അയാളുടെ ജീവിതം അടുത്തു നിന്ന് കണ്ട മലയാളികളായ നമുക്ക് അതൊരു പടി കൂടി കടന്ന് കണ്ണു നിറയ്ക്കുന്ന ഇമോഷണൽ മൊമെന്റ് ആയിരുന്നു. നോർത്ത് ഇന്ത്യൻ ലോബികൾക്ക് മേൽ പ്രതിഭ കൊണ്ട് സഞ്ജു നേടിയ ആ വിജയം അത് നമ്മുടേത് കൂടിയാകുന്നത് അതുകൊണ്ടാണ്. CSKയിലേക്ക് സഞ്ജു സാംസൺ വരുമ്പോൾ ലാലേട്ടന്റെ ഒരു തീപ്പൊരി ഡയലോഗാണ് ഓർമ്മ വരുന്നത്: തമ്പി മയിൽവാഹനം, ഞാൻ തലയല്ലടാ, തല എടുக்கிறവൻ. MS ധോണി എന്ന ലെജൻഡിന് പകരമാകാൻ ആർക്കുമാകില്ല. എന്നാൽ യെല്ലോ ജേഴ്സിയിലൂടെ എതിരാളികളുടെ തലയെടുക്കുന്ന ലൂസിഫർ ആകാൻ സഞ്ജു സാംസൺ കഴിയും. അയാൾ അത് ഇതിനോടകം ലോകത്തിന് മുന്നിൽ തെളിയിച്ചും കഴിഞ്ഞു. വേൾഡ് കപ്പിലെ പ്ലെയർ ഓഫ് ദി സീരീസ് ആയി മാറിയ ശേഷം ഇനി ചെന്നൈ ജേഴ്സിയിൽ അയാൾ അരങ്ങേറ്റം നടത്തുമ്പോൾ അത് തമിഴ്നാടിനെ മാത്രമല്ല രാജ്യത്തെ ആകെ ഇളക്കി മറിക്കുമെന്ന് ഉറപ്പാണ്. ഋതുരാജ് ഗെയ്ക്വാദ് നയിക്കുന്ന ചെന്നൈ സൂപ്പർ കിങ്സ് സ്ക്വാഡിൽ വിക്കറ്റ് കീപ്പറുടെ റോളിൽ പതിവ് പോലെ ധോണി തന്നെ എത്തും. അതിനാൽ തന്നെ ഈ സീസണിൽ സമ്മർദ്ദങ്ങളില്ലാതെ വെടിക്കെട്ട് ഓപ്പണറുടെ റോളിൽ സഞ്ജുവിന് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും. ധോണി പടിയിറങ്ങുന്നതോടെ ടീമിന്റെ വരുംകാല സീസണുകളിൽ സഞ്ജുവിന്റെ റോൾ ഏറെ നിർണായകമാകും. ധോണി, ഗേക്വാദ്, സഞ്ജു മാസ്റ്റർ മൈൻഡുകളുടെ സമ്മേളനം യെല്ലോ ആർമിക്ക് ഈ സീസണിൽ പുത്തൻ ഊർജം സമ്മാനിക്കുമെന്ന് ഉറപ്പ്. ചെന്നൈ സൂപ്പർ കിങ്സ് സ്ക്വാഡിലെ ബാറ്റിംഗ് കരുത്ത് ആരെയും വെല്ലുവിളിക്കാൻ പോകുന്നതാണ്. കരിയറിലെ തന്നെ പീക്ക് ഫോമിൽ തിളങ്ങുന്ന 6 ബാറ്റർമാരാണ് CSKയുടെ ടീമിൽ ഇടം നേടിയിരിക്കുന്നത്. സഞ്ജു സാംസൺ, ഋതുരാജ് ഗെയ്ക്വാദ്, ആയുഷ് മാത്രേ, സർഫറാസ് ഖാൻ, ഡിവാൾ ബ്രവീസ്, ശിവൻ ദുബെ എന്നിവരെല്ലാം മികച്ച ഫോമിലാണ്. ലോകകപ്പ് ജേതാവായ ശിവൻ ദുബെ, ദക്ഷിണാഫ്രിക്കൻ യങ് ബ്ലഡ് ഡിവാൾ ബ്രവീസ്, സ്പിന്നിനെയും പേസിനെയും നന്നായി നേരിടുന്ന സർഫറാസ് ഖാൻ എന്നിവരടങ്ങുന്ന മധ്യനിരയ്ക്ക് 10ൽ 10 മാർക്കിടാം. ക്രൗഡ് പുള്ളറായ ധോണിയുടെ പ്രസൻസ് പതിവ് പോലെ തന്നെ കാണികളെ രസിപ്പിക്കുന്നു. ന്യൂസിലൻഡ് പേസർ മാറ്റ് ഹെൻറി, ഓസീസ് പേസർ നഥാൻ എല്ലിസ്, ഇംഗ്ലീഷ് പേസർ ജാമി ഓവർട്ടൺ, വിൻഡീസ് സ്പിന്നർ അഖിൽ ഹുസൈൻ എന്നിവരടങ്ങുന്ന വിദേശ ബോളിംഗ് നിര എതിരാളികൾക്ക് വെല്ലുവിളി ഉയർത്താൻ പ്രാപ്തിയുള്ളവരാണ്. കൂട്ടത്തിൽ ഇന്ത്യൻ പേസർമാരായ ഖലീൽ അഹമ്മദ്, മുകേഷ് ചൗധരി, അൻഷുൽ കാംബോജ്, ഗുർജപ്രീത് സിംഗ്, രാമകൃഷ്ണ ഘോഷ്, സ്പിന്നർ രാഹുൽ ചാഹാർ എന്നിവരും
ചെന്നൈയുടെ പ്രഹരശേഷി വർദ്ധിപ്പിക്കും. 14.20 കോടി വീതം നൽകി ചെന്നൈ സ്വന്തമാക്കിയ പ്രശാന്ത് വീറും കാർത്തിക് ശർമ്മയും ടീമിനായി തിളങ്ങുന്ന പ്രതീക്ഷയിലാണ് മാനേജ്മെന്റ് ഉള്ളത്. ധോണിക്കും സഞ്ജുവിനും പുറമെ ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദിനും യുവതാരങ്ങളായ കാർത്തിക് ശർമ്മയ്ക്കും ഉർവിൽ പട്ടേലിനും ടീമിൽ വിക്കറ്റ് കീപ്പറാകാനാകും. ധോണിക്ക് കീഴിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ പ്രീ സീസൺ പരിശീലനം നവലൂരിലെ CSK ഹൈ പെർഫോമൻസ് സെന്ററിലാണ് നടന്നത്. ചെപ്പോക്കിൽ നടക്കുന്ന പരിശീലനങ്ങളുടെ ഭാഗമാകാൻ വിദേശ താരങ്ങളും മറ്റു സീനിയർ താരങ്ങളും കൂടിയെത്തുന്നതോടെ ടീം ക്യാമ്പ് ഒന്നുകൂടി സജീവമാകും. അടുത്ത വാരം ദി ഫൈനൽ ന്യൂസിൽ മറ്റൊരു വിഷയമായി കാണാം. അതുവരെ നമസ്കാരം.